വാർത്തകളിലേക്ക്. റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന റാപ്പ് ഗായകൻ ഹിരൺദാസ് മുരളിയുടെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഡാൻസ് ഓഫ് സംഘം എത്തിയത് ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തുമ്പോൾ വേടനടക്കം 10 പേരാണ് ഫ്ളാറ്റിലുണ്ടായിരുന്നത്. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, എങ്ങനെയാണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? വൈദ്യപരിശോധന പൂർത്തിയായോ? കാളിദാസ്, കണിയാമ്പുഴയിലെ ഒരു ഫ്ളാറ്റിൽ ഇപ്പോൾ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് വേടനെയും സുഹൃത്തുക്കളെയും കഞ്ചാവുമായി പിടികൂടുന്നത്. ഈ കഞ്ചാവ് ആരുടെയും ദേഹത്ത് നിന്നല്ല പിടികൂടിയിരിക്കുന്നത്. ഈ ഒരു ഫ്ളാറ്റിലെ മേശയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം 9.5 ലക്ഷം രൂപയും പിടികൂടിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലെല്ലാം ഒരു വ്യക്തത ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ തന്നെയാണ് വ്യക്തമാകുക. എന്തായാലും ഈ പൈസയെല്ലാം ഈ ഷോകൾ നടത്തി ലഭിക്കുന്ന ഒരു പൈസയാണ് എന്നാണ്, കിട്ടിയ പൈസയാണ് എന്നാണ് വേടന്റെ ഭാഗത്തു നിന്നും വരുന്നത്. കൃത്യം ഈ വേടനും സുഹൃത്തുക്കളും അടക്കം 9 പേരെയാണ് ഈ ഒരു ഡാൻസ് ഓഫ് സംഘം നടത്തിയ രഹസ്യ പരിശോധനയിൽ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും മൊബൈൽ ഫോണുകളെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. വിശദമായ പരിശോധനകൾ ഇപ്പോഴും നടക്കുകയാണ്. അവിടെ CI AJ യേശുദാസ് അടക്കമുള്ളവർ ആ ഒരു ഫ്ളാറ്റിന്റെ ഭാഗത്ത് ഇപ്പോഴുമുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 6 ഗ്രാം കഞ്ചാവ് പിടികൂടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വളരെ കുറഞ്ഞ ഒരളവിലുള്ള കഞ്ചാവ് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇനിയൊരു അറസ്റ്റ് രേഖപ്പെടുത്തി, ഈ 9 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഒരു സ്റ്റേഷൻ ജാമ്യത്തിലെല്ലാം വൈദ്യപരിശോധനയ്ക്കെല്ലാം ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുക എന്നത് തന്നെയാണ് തുടർ നടപടി. എന്തായാലും ഈ ഒരു സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ചും ഇതുപോലെയുള്ള വേടൻ എന്ന് പറയുന്നത് എല്ലാവരിലും അറിയപ്പെടുന്ന ഒരു റാപ്പർ തന്നെയാണ്. ഒരു തൃശൂർ സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ റാപ്പറാണ്, എഴുത്തുകാരനാണ്. വേടന്റെ കവിതകളും കാര്യങ്ങളെല്ലാം തന്നെ യുവതലമുറയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഈ ഒരു വേടന്റെ ഒരു സ്വാധീന വലയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകർ എന്ന് പറയുന്നത് യുവതലമുറയാണ്. ഈ ഒരു യുവതലമുറയെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പാട്ടുകളെല്ലാം കൊണ്ട് തന്നെ കുറച്ചു കാലമായി, ഒരു 2021 മുതലാണ് വലിയ രീതിയിൽ ഒരു ഓളം, അല്ലെങ്കിൽ വലിയ രീതിയിൽ അറിയപ്പെടുന്ന രീതിയിലേക്കെല്ലാം തന്നെ വേടൻ എന്ന് പറയുന്ന ഈ ഒരു കലാകാരൻ മാറുന്നത്. എന്തായാലും എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി തന്നെ ഇപ്പോൾ സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം നൽകി ഇത്തരത്തിലൊരു കഞ്ചാവ് കേസിൽ പിടിയിലാവുന്നത്. ഇപ്പോൾ ഈ ഒരു 2 ദിവസത്തെ കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഇന്നലെയാണ് 2 പ്രമുഖ സംവിധായകർ പിടിയിലാകുന്നത്. ഷൈൻ ടോം ചാക്കയോടൊക്കെയുള്ള നടന്മാർ, സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവർ പിടിയിലാകുന്നു. എല്ലാം തന്നെ ഈ ഒരു സമൂഹത്തിൽ വളരെയധികം എല്ലാവരും അറിയപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് കഞ്ചാവുമായും ഹൈബ്രിഡ് കഞ്ചാവുമായും എല്ലാം പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും കഴിഞ്ഞ ഈ ഒരു വേടന്റെ പരിപാടികളിലെല്ലാം തന്നെ, സ്റ്റേജ് ഷോകളെല്ലാം തന്നെ എല്ലാവരും അറിയപ്പെടുന്ന, ഒരുപാടധികം ആരാധകർ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. കഴിഞ്ഞ ഒരു പരിപാടിയിലടക്കം തന്നെ ഈ ഒരു സിന്തറ്റിക് ഡ്രഗുമായി, രാസലഹരിയെല്ലാം ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേടനടക്കം പറയുന്ന ഒരു കവിതകളിലൂടെ എല്ലാം പറയുന്ന ഒരാൾ കൂടിയാണ്. ആ ഒരാൾ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കഞ്ചാവ് കേസുമായി പിടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇനി ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഒക്കെ വിധേയമാക്കും. അതോടൊപ്പം തന്നെ ഈ കഞ്ചാവ് എവിടെ നിന്ന് എത്തി എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ പുറത്ത് പറയാൻ ഈ അന്വേഷണ സംഘം താല്പര്യം കാണിക്കുന്നില്ല. കാരണം ഈ ഒരു ലഹരി കേന്ദ്രീകൃത, അല്ലെങ്കിൽ ലഹരിയെ കേന്ദ്രീകരിച്ച് ക്കാരും അതോടൊപ്പം തന്നെ ഒരുപാടധികം ലഹരി എത്തിക്കാനെല്ലാമുള്ള ഇടനിലക്കാർ ഉണ്ട് എന്ന് തന്നെയാണ് പല കേസുകളും പിടിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതുകൊണ്ട് തന്നെ ഈ ഒരു സോഴ്സ് ഏതെന്ന് പറയുന്ന സമയത്ത് ആ ഒരു കയ്യിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടാനുള്ള സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആരാണ് ഈ ഒരു ലഹരി നൽകി എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോൾ അന്വേഷണ സംഘം ഒരു വിവരം നൽകുന്നില്ല. എന്തായാലും വൈകാതെ തന്നെ കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാളിദാസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവത്തെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്കിതിപ്പോൾ ഇനി അങ്ങോട്ട് വായിക്കേണ്ടി വരും. കാരണം സംവിധായകരെ പിടിച്ചതിന് പിന്നാലെ സ്റ്റേഷൻ ജാമ്യത്തിൽ അവരെ വിട്ടയച്ചു. അതിനെ തുടർന്ന് വീണ്ടും അധികൃതർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു സമയത്താണ്, ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വേടൻ കൂടി പിടിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചേക്കുമെന്നുള്ള സൂചനകളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ അത്രയും മിതമായ അളവിലുള്ള കഞ്ചാവാണ് പിടിച്ചെടുത്തത്. എന്നിരുന്നാലും ഈ വേടന്റെ കാര്യത്തിലും അന്വേഷണം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. എവിടുന്നായിരിക്കും ഈ ഒരു ലഹരി എത്തിയത് എന്നുള്ള അന്വേഷണങ്ങളൊക്കെ ഇനി അങ്ങോട്ടുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതായത് വേടനും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഏറെ കടുപ്പമായിരിക്കും എന്നുള്ളത് തന്നെ മനസ്സിലാക്കാം, അല്ലേ?
കാളിദാസ്, ഈ ഒരു കുറച്ച് ദിവസങ്ങളായി ഷൈൻ ടോം ചാക്കോയെ ഈ ഒരു ലഹരി കേസുമായി പിടിക്കപ്പെട്ടതിന് തൊട്ട് പുറകെ തന്നെയാണ് പിന്നെ ഈ വീണ്ടും വീണ്ടും ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 യുവ സംവിധായകർ, പ്രമുഖ സംവിധായകരാണ് പിടിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ ഒരു റാപ്പറായിട്ടുള്ള വേടനും പിടിക്കപ്പെടുന്നു. എന്തായാലും അന്വേഷണ സംഘം ഈ ഒരു സിനിമാ മേഖലയെയും അതുപോലെ തന്നെ ആരാണ് മുഖം നോക്കാതെ ഒരു നടപടിയെടുക്കുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. എന്തായാലും ഒരു തെളിവില്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ തൊണ്ടിയോട് കൂടിയാണ് എല്ലാവരും ഇപ്പോൾ പിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചില്ല, കണ്ടില്ല എന്ന് പറയുന്ന ന്യായങ്ങൾക്കൊന്നും അവിടെ ഒരു കാര്യവുമില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കൂടുതൽ അന്വേഷണം സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ച് നടക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് SP അടക്കമുള്ളവർ, കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകിയത്. സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടക്കും, ക്യാമ്പയിനുകൾ പോലുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കും എന്നുള്ളൊരു കാര്യവും എല്ലാം തന്നെ ഇന്നടക്കം ഇത്തരത്തിൽ SP അടക്കം, കമ്മീഷണർ അടക്കമുള്ളവർ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അക്കാര്യത്തിൽ നൽകുകയും ചെയ്തു. എന്തായാലും ഈ ഒരു മേഖലയെ കേന്ദ്രീകരിച്ച് ഇനിയും കൂടുതൽ അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ പിടിച്ചിരിക്കുന്നത് 6 ഗ്രാം കഞ്ചാവാണ്, വളരെ കുറഞ്ഞ അളവ് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു യുവത്വത്തെ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളിൽ നിന്നാണ് പിടിക്കപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോഴും ഈ ഒരു ഫ്ളാറ്റിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എല്ലാവരെയും ഒരു വൈദ്യ പരിശോധനയ്ക്ക് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ, ഈ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായി വൈദ്യ പരിശോധനയ്ക്ക് അടക്കം വിധേയമാക്കിയതിനു ശേഷമായിരിക്കും ഈ ഒരു അളവ് കുറവായി എന്നുള്ള കാരണം കൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. എങ്കിൽ പോലും ഈ ഒരു കേസ് അവിടെ നിലനിൽക്കാതിരിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം, ആരിൽ നിന്ന് ലഹരി എത്തി, എവിടേക്കെല്ലാം ഈ ഒരു ലഹരി ഇനിയും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, ഈ ഇടനിലക്കാരനെ കുറിച്ചും അയാൾ ആർക്കൊക്കെ ലഹരി എത്തിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കാളിദാസ്, തീർച്ചയായും. എന്തായാലും ഈ ഒരു വേടൻ ഇപ്പോൾ ഈ ഒരു പിടിയിലായിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ വന്ന പേരുകൾ, അല്ലെങ്കിൽ വേടനൊപ്പം ഉണ്ടായിരുന്നത് 9 പേരാണ്. അതായത് വേടനെ അടക്കം 10 പേരെയാണ് ആ ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയത്. ഈ 9 പേർ ആരാണെന്നുള്ള ചോദ്യവും കൂടി നിലനിൽക്കുന്നുണ്ട്. കാളിദാസ്, 10 പേരെയല്ല, വേടനടക്കം 9 പേരെയാണ് ഈ ഒരു ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഈ ഒരു വേടന്റെ ബാൻഡിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 8.5 ലക്ഷം രൂപ ഇക്കാര്യത്തിൽ 9.5 ലക്ഷം രൂപ ഈ ഒരു ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഈ പൈസ എല്ലാം തന്നെ അവർ ബാൻഡിൽ ഈ ഒരു പരിപാടിക്കെല്ലാം പോകുമ്പോൾ കിട്ടിയ പണമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇവരെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരെല്ലാം കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യത്തിലെല്ലാം ഈ ഒരു വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൃത്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കും. എന്തായാലും ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. കാളിദാസ്, തീർച്ചയായും വിജിത, ഇപ്പോൾ ഈ ഒരു വേടന്റെ സംഭവത്തിലും അല്ലെങ്കിൽ വേടനും ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ ഏറെ നിർണായകമായിരിക്കും, ഏറെ കടുപ്പമായിരിക്കും. ചോദ്യം ചെയ്യലുകൾക്കെല്ലാം വിധേയനാകേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ വിജിത? ശരിയാണ്, നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ കഞ്ചാവ് ഇപ്പോൾ 6 ഗ്രാം ആണെങ്കിലും അല്ലെങ്കിൽ കഞ്ചാവ് പിടികൂടുന്ന ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീടുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി അളവ് കുറവായതിനാൽ തന്നെ ഇനിയൊരു സ്റ്റേഷൻ ജാമ്യത്തിലേക്ക് വിടുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇതിന്റെ ഒരു നടപടി പോവുക. അതിനിടയിൽ ഒരു വൈദ്യ പരിശോധനയും നടത്തും. ഇവർ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നോ, അല്ലെങ്കിൽ ഇവരുടെ ശരീരത്തിൽ കഞ്ചാവിന്റെ അംശമുണ്ട് സ്ഥിരീകരണം ലഭിക്കുന്നതിന് പോലീസിന് ഈ ഒരു വൈദ്യ പരിശോധന അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന ഒരു കാര്യം തന്നെയാണ് നടക്കുക. പക്ഷേ എങ്കിൽ പോലും ആ ഒരു കേസ് അവിടെ അവസാനിക്കുന്നില്ല. കൃത്യമായിട്ട് ഈ ഒരു കഞ്ചാവിന്റെ ഒരു ശൃംഖല എന്ന് പറയുന്നത് ആരിലെല്ലാം പടർന്നു കിടക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകും. ഈ റാപ്പർ വേടൻ എന്ന് പറയുന്നത് വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാടധികം പല ജില്ലകളിലും പരിപാടികളെല്ലാം ചെയ്യുന്ന വേടന്റെ പരിപാടികൾക്കെല്ലാം എത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും ആരാധകർ ഉള്ള ഒരു വ്യക്തിയാണ് വേടൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾ ഈ ഒരു 2021 മുതലാണ് ഇദ്ദേഹത്തിന്റെ കവിതകളെല്ലാം എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. തീയുള്ള മൂർച്ചയുള്ള വാക്കുകളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ കവിതകളെല്ലാം എല്ലാവരും ഏറ്റെടുക്കുന്നത്. അപ്പോൾ തന്നെ വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മാതൃകയാവേണ്ട പലരുമാണ് ഇപ്പോൾ ഈ ഒരു ലഹരി കേസുകളിലെല്ലാം തന്നെ
കുടുങ്ങി വരുന്ന അല്ലെങ്കിൽ ലഹരിയുമായി പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടാവുന്നത്. എന്തായാലും ഈ ഒരു സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ചും ഇത്തരം മുഖം നോക്കാത്ത രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ തന്നെയാണ് സാധ്യത. കാളിദാസ്, ഇത് എന്തായാലും വേടന്റെ വൈദ്യ പരിശോധന കൂടി ഇനി അങ്ങോട്ട് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈദ്യ പരിശോധന നടത്തി അതിൽ നടത്തിയ ശേഷം ഇപ്പോൾ വേടൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രോങ് ആകും ഇപ്പോൾ ഉള്ള ഈ ഒരു കേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ രക്തത്തിൽ കഞ്ചാവിന്റെ അംശം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി കടുപ്പമാകും വേടന് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കാളിദാസ്, ശരിയാണ്. എന്തായാലും വൈദ്യപരിശോധനാ ഫലങ്ങൾ വന്നു കഴിഞ്ഞാലാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുക. വൈദ്യപരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ ഈ ഒരു നടപടി പോലീസിന്റെ തീരുമാനമാണ്. നടപടി കടുപ്പിക്കാനുള്ള സാധ്യതയെല്ലാം തന്നെയുണ്ട്. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പോഴും ആ ഒരു ഫ്ളാറ്റിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ചോദ്യം ചെയ്യലിനെല്ലാം ശേഷം എങ്ങനെയാണ് ഇനിയുള്ള നടപടികൾ എന്നുള്ള കാര്യത്തിൽ നിലവിൽ നമുക്ക് ഈ ഒരു വൈദ്യപരിശോധനയെ മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും, അതോടൊപ്പം തന്നെ ഒരു സ്റ്റേഷൻ ജാമ്യത്തിലേക്ക് വിടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക. പക്ഷേ വൈദ്യപരിശോധനാ ഫലം വന്ന് അതിൽ വേടനും ഈ കൂടെയുള്ളവരും കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എല്ലാം വന്നു കഴിഞ്ഞാൽ നടപടിക്രമങ്ങളെല്ലാം തന്നെ മാറാനുള്ള ഒരു സാധ്യതയും അവിടെ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം. ഇത് മറ്റൊരു കാര്യം കൂടി ചോദിക്കേണ്ടത്, ഈ ഉണ്ടായ 2 ദിവസത്തിനോട് ഉണ്ടായ 2 സംഭവങ്ങളാണ്. അത് രണ്ടും കൊച്ചിയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിലൊന്ന് സംവിധായകരുടെ ഫ്ളാറ്റിൽ നിന്നും പിടിച്ച ഹൈബ്രിഡ് കഞ്ചാവാണ്. ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും പിടിച്ച കഞ്ചാവാണ്. രണ്ടും വലിയ ക്വാണ്ടിറ്റി ഇല്ല, അല്ലെങ്കിൽ അത്രത്തോളം വലിയ അളവിലല്ല ആ കഞ്ചാവുകളെല്ലാം പിടിച്ചെടുത്തത് എന്നുള്ളതും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിലേക്കൊക്കെ വിട്ടയച്ചത്. അപ്പോൾ എന്തായാലും ഈ ഒരു നടപടി ഇത് വലിയ രീതിയിൽ ചർച്ചയാകില്ലേ സമൂഹത്തിൽ? ഉറപ്പായും ചർച്ചയാവും. കാരണം കഴിഞ്ഞ ദിവസം പിടിച്ചിരുന്നത് പ്രമുഖരായിട്ടുള്ള 2 സംവിധായകരുടെ കയ്യിൽ നിന്നാണ്. എന്നാൽ ഇപ്പോഴും ഇന്ന് ഇതേപോലെ തന്നെ വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പറുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു കഞ്ചാവ് പിടിക്കുന്നത്. കഞ്ചാവ് ഹൈബ്രിഡ് ആണെങ്കിലും അല്ലെങ്കിൽ കഞ്ചാവ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഈ സംവിധായകരുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ യുവ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ കാലം